റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയം വിഷന്നവശനായൊരു അഅറാബി ആ പുണ്യഭവനത്തിലെത്തി സലാം ചൊല്ലുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി, വിശപ്പകറ്റാൻ വല്ലതും തരണേ നബിയേ. ആഗതന്റെ ദയനീയാവസ്ഥ കേട്ട കാരുണ്യക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കാൻ വല്ലതുമുണ്ടോ എന്ന ചിന്തയിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് നോക്കുന്നു. മഹദിയാണെങ്കിലോ നിശബ്ദയായി തലകുനിച്ച് നിൽക്കുകയാണ്. വീട്ടിൽ ഒന്നുമില്ലെന്ന് ആ നൃത്തത്തിൽ തന്നെ ആരംഭ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലാവുന്നു. ഉടനെ പുറത്തേക്ക് വന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന അഅറാബിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ മനുഷ്യ, നിങ്ങൾ എന്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകണം. അങ്ങോട്ടേക്ക് പോയാൽ മതി. ഫാത്തിമ വല്ലതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നും എനിക്കൊന്നും തന്നില്ലെങ്കിലും പൊന്നുമോൾ ഫാത്തിമയുടെ വീട്ടിലേക്കാണല്ലോ മുത്ത് റസൂൽ എന്നെ പറഞ്ഞേക്കുന്നത് എന്നതിൽ അയാൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, മനസ്സിന് റാഹത്തുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട് ലക്ഷ്യമാക്കി അയാൾ വല്ലാത്ത ധൃതിയിൽ നടക്കുകയാണ്. വയറിനകത്ത് വിശപ്പ് കൊലവിളി കൂട്ടുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടുമുറ്റത്തെത്തിയതും അയാൾ നീട്ടി അങ്ങ് വിളിച്ചു, മോളെ ഫാത്തിമ, മോളുടെ ഉപ്പയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ആ ഒരു പറച്ചിലിൽ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ അയാളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. നാളുകളേറെയായി മോളെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കവയ്യാതെ വന്നതാണ് മോളെ. തണുപ്പും സഹിക്കാൻ പറ്റുന്നില്ല, ഒരു പുതപ്പ് പോലും എനിക്കില്ല ഫാത്തിമ. അഅറാബിയുടെ വാക്കുകളിൽ ഉള്ളലിഞ്ഞ മഹദി അകത്തേക്ക് പോയി. എല്ലായിടത്തും അരിച്ചു പെറുക്കി തിരഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഫാത്തിമ ബീവിയിലേക്ക് കിട്ടിയില്ല. അയാൾക്ക് കൊടുക്കാനായി ഒന്നും തന്നെ കിട്ടിയില്ല. ബീവിക്ക് വല്ലാത്ത വിഷമം സംഭവിച്ചുപോയി. ബീവി നിരാശയായി. ഒന്നുമില്ലെന്ന് ഞാൻ എങ്ങനെ അയാളോട് പറയും? അയാളെ എങ്ങനെയാണ് വെറുതെ പറഞ്ഞയക്കുക, മടക്കി അയക്കുക? അങ്ങനെ ഒരു അറ്റം വിരിച്ച് മറ്റേ അറ്റം കൊണ്ട് പുതച്ച് അവിടെ കിടക്കുകയാണ് പിഞ്ചോമന രണ്ട് മക്കള്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും. അന്നേരം വല്ലാത്ത ഉറക്കത്തിലാണ് രണ്ട് പൊന്നോമന മക്കള്. പുതപ്പിൽ നിന്നും പതിയെ അവരെ രണ്ടുപേരെയും എടുത്ത് നഗ്നമായ തറയിലേക്ക് മാറ്റി കിടത്തുകയാണ്. പിന്നീട് ആ പുതപ്പെടുത്ത് മടക്കിയിട്ട് ബീവി റളിയല്ലാഹു തആല അൻഹ അയാളിലേക്ക് നീട്ടിക്കൊടുത്തു. അപ്പോഴാണ് അഅറാബിയായ മനുഷ്യൻ പറയുന്നത്, മോളെ ഫാത്തിമ, ഈ പുതപ്പിനേക്കാൾ എനിക്ക് ആവശ്യം ഒരു നേരത്തെ ഭക്ഷണമാണ് ഫാത്തിമ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല മോളെ,
മഹദിയിൽ നിന്നും ചുരുട്ടിക്കൂട്ടിയ പുതപ്പ് വാങ്ങും നേരം അയാൾ തന്റെ വിശപ്പിന്റെ കാഠിന്യം വീണ്ടും വീണ്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അറിയിക്കുകയായിരുന്നു. മഹദിക്ക് ഇത് കേട്ടപ്പോൾ സഹിച്ചില്ല. അകത്തേക്ക് വീണ്ടും പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനിലേക്ക് കരമുയർത്തുകയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. വിശപ്പ് സഹിക്കവയ്യാതെ സഹായം തേടി വന്ന അയാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പോലും എന്നിൽ ഒന്നുമില്ലല്ലോ അല്ലാഹ്. പെട്ടെന്നാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തോ ഓർമ്മ വന്ന പോലെ ഫാത്തിമ ബീവി വസ്ത്രങ്ങൾ അടുക്കി വെച്ച ഷെൽഫിനടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് തുണികൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു പെട്ടി പുറത്തെടുക്കുകയാണ്. അത് നെഞ്ചോട് ചേർത്ത് മെല്ലെ അതങ്ങ് തുറന്നതും ബീവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞ് ആ പെട്ടി അങ്ങ് തുറന്നപ്പോൾ അതിൽ നിന്നും സ്വർണത്താലുള്ള ഒരു മുത്തുമാല പുറത്തെടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കണ്ണീരോടെ അതിൽ തുരുതുരാ ചുംബിക്കുകയാണ്. ശേഷം മിഴികളെ രണ്ടും തുടച്ച് വൃത്തിയാക്കി പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അഅ്റാബിയിലേക്ക് ആ മാലയങ്ങ് വെച്ചു നീട്ടി. ഇതാ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഇത് കൊണ്ടുപോയി വിറ്റ് വല്ലതും കഴിച്ചോളൂ. പറഞ്ഞു കഴിയേണ്ട താമസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. എന്തിനാ ഫാത്തിമ മോളെ നീ കരയുന്നത് എന്ന അഅ്റാബിയുടെ അതിശയം നിറഞ്ഞ ചോദിച്ചതിന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ മഹദി വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അഅ്റാബിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ കയ്യിൽ നിന്നെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം പോയിട്ടിപ്പോൾ ഒരു സ്വർണമാലയാണല്ലോ കിട്ടിയത്. ഈ മാല വിറ്റുകൊണ്ട് എനിക്ക് എത്ര ദിവസം ഭക്ഷണം കഴിക്കാം? എന്റെ വിശപ്പ് പെട്ടെന്നൊന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അഅ്റാബിക്ക് അതോർത്ത് വല്ലാത്ത സന്തോഷമാണ്. തണുപ്പകറ്റാൻ പുതപ്പും വിശപ്പകറ്റാൻ സ്വർണമാലയും ആരംഭ റസൂലിന്റെ പൊന്നുമോൾ തന്നിരിക്കുന്നു എന്ന വല്ലാത്തൊരു സന്തോഷമാണ് അഅ്റാബിക്ക്. എന്നാൽ സന്തോഷം അറിയിക്കാനായി അയാൾ നേരെ പോവുകയാണ് തിരുസവിധത്തിലേക്ക്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മകൾ സ്വർഗത്തിലെ റാണിയാണ് നബിയേ. ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞെത്തിയ എന്നെ മകൾ ഫാത്തിമ നിരാശപ്പെടുത്തിയില്ല. പുതക്കാൻ പുതപ്പും ഭക്ഷണത്തിനായൊരു സ്വർണമാലയും ഫാത്തിമ എനിക്ക് തന്നിട്ടുണ്ട് നബിയേ. കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഇങ്ങനെ കേൾക്കും നേരം വാപ്പയായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബങ്ങ് നിറഞ്ഞുപോയി. പക്ഷേ ഒടുവിൽ അഅ്റാബി പറയുകയാണ്, ഓ നബിയേ, മാല എന്നെ ഫാത്തിമ ബീവി ഏൽപ്പിച്ച നേരം ആ മകൾ വല്ലാതെ കരഞ്ഞുപോയി നബിയേ. അതോടെ ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സങ്ങ് വേദനിച്ചു. ആ മാലയും എനിക്ക് കാണിച്ചു തരാമോ? അഅ്റാബിയോടുള്ള മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണത്.
ഉടനെ അയാൾ ആ മാല എടുത്ത് പൊക്കിക്കാണിച്ചതും പൊന്നു മുസ്തഫ തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. ഷറഫേറും താടിരോമങ്ങൾക്കിടയിലൂടെ അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. രംഗം കണ്ട സ്വഹാബത്തിനിക്ക് ഇത് കണ്ട് സഹിച്ചില്ല. എന്തു പറ്റു നബിയേ, എന്തിനാണങ്ങ് പ്രയാസപ്പെട്ട് കരയുന്നത്? ഓ സ്വഹാബ, ആ മാല ഏതാണെന്ന് നിങ്ങൾക്കറിയോ സ്വഹാബ? അതെന്റെ ഖദീജയുടെ മാലയാ. മഹദി വഫാത്താകും നേരം എന്റെ ഫാത്തിമയെ അരികത്ത് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, മോളുടെ ശരീരം സ്വർണ്ണാഭരണങ്ങളാൽ നിറക്കാൻ ഉമ്മാക്ക് പൂതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉമ്മയോട് ക്ഷമിക്കണം മോളെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ആരംഭ റസൂലിന്റെ നനവാർന്ന വാക്കുകൾ കേട്ട് സ്വഹാബത്ത് പോലും കരയാൻ തുടങ്ങി. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുകയാണ്. അന്നേരം ഖദീജ ബീവി റളിയല്ലാഹു തആല അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുത്തുമാല അഴിച്ചു വെച്ച് പൊന്നുമോൾ ഫാത്തിമയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് തരാനായി ഉമ്മന്റെ അടുത്ത് ഇതേ ഉള്ളൂ മോളെ, മോളിത് സൂക്ഷിച്ചു വെക്കണം. എന്നെ കാണാൻ തോന്നുമ്പോഴെല്ലാം ഇതെടുത്ത് മുഖത്തോട് ചേർത്തോളൂ മോളെ. മുത്ത് റസൂലിന്റെ വാക്കുകൾ ഇടറിപ്പോയി. ഓ സ്വഹാബ, ആ മാലയാണ് ഈ മാല. ഇതാ സഹോദരന് നൽകും നേരം പാപം ഫാത്തിമ എങ്ങനെയാണാവോ സഹിച്ചത്? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിധി പോലെ സൂക്ഷിച്ചു പോന്നതാണ് ആ മാല. പൊന്നുമ്മയുടെ ചൂടും ചൂരും ഫാത്തിമ ബീവിക്ക് പകർന്നു നൽകാറുള്ള സ്നേഹമാലയാണത്. അതുകൊണ്ട് തന്നെയാകുമല്ലോ ദിവസങ്ങളോളം അലിയാര് തങ്ങൾക്കും പൊന്നോമന മക്കൾക്കുമൊപ്പം വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചപ്പോഴെല്ലാം ആ മാല വീടിനകത്തെ സൂക്ഷിപ്പു അറയിൽ സുരക്ഷിതമായി കഴിഞ്ഞത്. മഹദിയും കുടുംബവും സഹിച്ച വിശപ്പിന്റെ ആഴം നാം എപ്പോഴെങ്കിലും അളന്നു നോക്കിയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? അന്നൊരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തുമ്പോൾ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും വിശന്ന് കരയുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. ഇത് പറഞ്ഞ ശേഷം പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ്. അപ്പോഴും മക്കളുടെ കരച്ചിൽ തുടരുകയാണ്. പള്ളിക്കകത്ത് നിന്നും പൊന്നുപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുന്നു, ഓ ഫാത്തിമ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമോളെ. നിസ്കാരശേഷം പ്രസംഗം നടക്കുമ്പോഴും പൊന്നോമനകളുടെ കരച്ചിൽ തുടരുന്നത് കേട്ട വാപ്പ, ആ വാപ്പാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, ഓ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കുമോളെ. മക്കളുടെ കരച്ചിൽ നിന്നില്ല എന്ന് മാത്രമല്ല, കരച്ചിലിന്റെ ശക്തി കൂടി വന്നു. അതോടെ കാരുണ്യക്കടലായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം വന്നു. പള്ളിയിൽ നിന്നിറങ്ങി മഹദിക്കരികിൽ
ചെന്ന് ഗൗരവത്തോടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് കരുണയില്ലേ ഫാത്തിമ? മക്കൾക്കെന്താ പാല് കൊടുക്കാത്തത്? പതിവില്ലാത്ത പൊന്നുപ്പയുടെ ശൈലിയിൽ മനം നൊന്ത് കാൽമുട്ടിലേക്ക് മുഖമമർത്തി വെച്ച് ഫാത്തിമ ബീവി പൊട്ടി കരയാൻ തുടങ്ങി. മുത്ത് റസൂൽ തങ്ങൾക്ക് ആ രംഗം കണ്ട് സഹിക്കാൻ കഴിയുമോ? സ്നേഹത്തോടെ പൊന്നുമോളുടെ തല പുണ്യമാക്കപ്പെട്ട അവിടുത്തെ കരങ്ങളെ കൊണ്ട് പൊക്കിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാ മോള് കരയുന്നത്? അന്നേരം പൊന്നുപ്പയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് മഹദി പറയുകയാണ്, ഉപ്പാ, മക്കളുടെ കരച്ചിൽ എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല വാപ്പാ. പക്ഷേ വിശന്നു കരയുന്ന അവരുടെ വായയിലേക്ക് ഞാൻ എന്റെ മാറിടത്ത് വെച്ചു കൊടുത്തപ്പോൾ മക്കൾ ചുരത്താൻ നോക്കുന്നുണ്ട്, പാല് വരുന്നില്ല വാപ്പാ. പാലിന് പകരം രക്തമാണ് വരുന്നത്. ഇതങ്ങ് കേട്ട ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് വല്ലാതെ അങ്ങ് കരഞ്ഞുപോയി. പട്ടിണിയുടെ കടുപ്പം മൂലം ലോക നേതാവിന്റെ പൊന്നുമോളുടെ പാല് പോലും വറ്റിയപ്പോഴും പിഞ്ചോമനകളായ ഹസനൈൻ റളിയല്ലാഹു അൻഹു നിസ്സഹായത്തോടെ കരഞ്ഞപ്പോഴും ഫാത്തിമ ബീവി ആ മുത്തുമാല തൊട്ടിട്ടില്ല. ഉമ്മ കൊടുത്ത മാല വിറ്റിട്ടില്ല, അത് എടുത്തിട്ടില്ല. അത് വിറ്റ് സുഖമായി ജീവിക്കട്ടെ എന്ന് മഹദിക്ക് തോന്നിയിട്ടില്ല. എല്ലാമായ പ്രിയ മാതാവിന്റെ സ്മരണകൾക്ക് വേണ്ടിയിട്ട്, ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് സ്മരണകൾ തളം കെട്ടിയ ആ കുഞ്ഞുമാല ബീവിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ വീട്ടുപടിക്കൽ വന്ന് കരം നീട്ടിയ അഅ്റാബിയുടെ ദയനീയ അവസ്ഥക്ക് മുന്നിൽ ആ മാലയെ സൂക്ഷിച്ചു വെക്കാൻ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ബീവി ഫാത്തിമ ചരിത്രങ്ങളിലൂടെ എത്തി നോക്കാനുള്ള അർഹത പോലും പാപികളായ ഞങ്ങൾക്കില്ല. അങ്ങയോടും കുടുംബത്തോടൊപ്പമുള്ള ഈ സഞ്ചാരത്തിൽ എവിടെയൊക്കെയോ വെച്ച് ഞങ്ങളുടെ കൽബിൽ വേദന പടർന്നിട്ടുണ്ട്, കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ട്. അതവിടത്തോടുള്ള ഇഷ്ടമാണ്. പാപികളാം ഞങ്ങളെയൊന്ന് പരിഗണിക്കണേ. പൊന്നുപ്പയിലേക്കൊന്ന് ഞങ്ങളെ ചേർത്തു തരണേ.